മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ നടത്തിയ വിജിലൻസ് പരിശോധനയിൽ 15 ലക്ഷം രൂപയുടെ പണമിടപാട് രേഖകൾ പിടിച്ചെടുത്തു. വാളയാർ ചെക്ക് പോസ്റ്റിലെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ടാണ് എറണാകുളത്ത് പരിശോധന നടത്തിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, സത്യസന്ധന്മാരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ പ്രശ്നമായോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിൽ ഒരു വലിയ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിജിലൻസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഈ എറണാകുളം RTOയെ പിടികൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ചില വിവരങ്ങളൊക്കെ വിജിലൻസിന് ലഭിച്ചത്. കഴിഞ്ഞ ആഴ്ച വാളയാർ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് പരിശോധന നടത്തുകയും അവിടെ പണം പിടികൂടുകയും ചെയ്തിരുന്നു. അന്ന് അവിടുത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടുത്തെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ വിജിലൻസിന് നൽകിയ മറുപടി, നിങ്ങൾക്ക് നൽകാനുള്ള പണമൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു പരിശോധനാ നാടകമെന്നാണ് ചോദിച്ചത്. അതായത് വിജിലൻസിന് എന്ന വ്യാജേന ഈ ജെർസൺ പണം പിരിച്ച് മറ്റാർക്കൊക്കെയോ കൈമാറുകയും സ്വന്തമായി സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിൽ ഒരു വലിയ ശൃംഖല കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ചില ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ നിന്ന് 15 ലക്ഷം രൂപയുടെ പണമിടപാട് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെരിഫൈ ചെയ്ത് വരികയാണെന്ന് വിജിലൻസ് പറയുന്നു. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഈ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പരിശോധന നടത്താനാണ് തീരുമാനം. വലിയ ശമ്പളമൊക്കെ വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ കൈക്കൂലി വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്യുന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം പിടികൂടിയ RTO ജെർസനെ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ വീണ്ടും ഹാജരാക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.